ഇത് പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോടിനടുത്തുള്ള താമരപ്പാടം എന്ന് പറഞ്ഞൊരു ഭംഗിയുള്ള ഗ്രാമത്തിലെ കാഴ്ചകളോട്ടാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, അത്രയ്ക്ക് മനോഹരമാണ് താമരപ്പാടം. നിങ്ങളത് കാണുന്ന പോലെ ഫുൾ പച്ചപ്പ് വിരിച്ച പാടം, പാടത്തിന് പിറകിലായിട്ട് നിൽക്കുന്ന നെല്ലാമ്പതി മലനിരകളും, എന്താ ഒരു ഭംഗി! അത് ഈ വീഡിയോയിലൂടെ, ഈ വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. നേരിട്ട് വന്നാലാണ് നമുക്ക് ആ ഒരു ഒരു ഫീല് കിട്ടുക. ഒരു വൈകുന്നേര സമയങ്ങളിൽ നിങ്ങളിവിടെ വരണം താമരപ്പാടത്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 20 രൂപ ഒരു ടിക്കറ്റ് ഉണ്ട്, 20 രൂപയാണ് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് പാടത്തേക്ക് ഇറങ്ങി വരാം. നമുക്ക് ഈ പാടത്തിൻ്റെ അതിലൂടെയൊക്കെ നമുക്ക് നടക്കാം. അവർ നമുക്ക് അതിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കതിൽ നടക്കാം. വരുമ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക് കുപ്പികളൊന്നും ഇവിടെ ഇടാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ പ്രകൃതി നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ അതൊന്നും പാടില്ല. അല്ലാതെ നമുക്ക് ഈ വരമ്പത്തൂടെയൊക്കെ നടക്കാം, ഫോട്ടോസ് എടുക്കാം. അതുപോലെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭംഗി എന്ന് പറഞ്ഞാണല്ലോ, അത്ര ഭംഗിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ പാലക്കാട് വരണം. നമുക്കെന്തെങ്കിലും മനസ്സിന് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ ആ കാറ്റും കൊണ്ട് ആ മലയിലൊക്കെ നോക്കി നിൽക്കുന്ന വ്യൂ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ആശ്വാസമാണ്. ഞാൻ ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന സ്ഥലമായിരിക്കും പാലക്കാട് ജില്ലയിലെ താമരപ്പാടം. മസ്റ്റ് വിസിറ്റാണ്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോക്ക്, ഈ വീഡിയോയിലൂടെ തന്നെ നോക്ക്, എന്താ ഒരു ഭംഗി. ഈ പാടത്തിൻ്റെ ഇവിടെ വന്ന് ഇതുണ്ടോ, ഇതിലേക്ക് നമുക്ക് നടക്കാം. ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ, കുറേ വരമ്പുണ്ട് പാടത്തിന് നടുക്കൂടെയൊക്കെ, അതിലേക്ക് നമുക്ക് നടക്കാം. ഇതുണ്ടോ, ഈ കാണുന്ന മുളയും കൊണ്ടുണ്ടാക്കിയൊരു, മുളയാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. നമുക്ക് അവിടെയൊക്കെ ഇരിക്കാം, ഫോട്ടോ എടുക്കാം. ഇതുപോലെ കുറേ കുടിലല്ല, എന്താ പറയുക എനിക്കറിയില്ല, ആ കാണുന്ന, നമുക്ക് ആ ദൂരെ കാണുന്ന കുടിൽ പോലെ ചില ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹട്ടിലൊക്കെ നമുക്ക് ഇരിക്കാം, വെയിൽ കൊള്ളാണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് വന്നാൽ വെയിലുണ്ടാവില്ല കേട്ടോ, വൈകുന്നേരം സമയത്ത് വെയിലുണ്ടാവില്ല, തണലായിരിക്കും. അപ്പം മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങളൊന്ന് നോക്ക് ഈ കാഴ്ചകൾ എങ്ങനെയാണുള്ളത്, ഭയങ്കര മനോഹരമാണ്. ഇവിടുന്ന് നേരെ നമ്മൾ പോയത് പാലക്കാട് മലമ്പുഴയ്ക്ക് അടുത്തുള്ള കവ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കവ ഐലൻഡ്, അങ്ങോട്ടേക്കാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. കാരണം താമരപ്പാടത്തെ ആ കാഴ്ച കണ്ടിട്ട് ഞാൻ നേരെ കവയിലേക്കൊന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഏരിയ. ആ സ്ഥലത്തെ കാഴ്ച എന്ന് പറയണത്, ഞാൻ എൻ്റെ കേരളത്തിൽ ഇത്രയും ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ പാലക്കാട് ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. ഈ റോഡ് സൈഡിൽ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡിലുള്ള ഏരിയ ആണ് കേട്ടോ. ആ മലയും ആ വെള്ളമൊക്കെ ഡാമിലെ വെള്ളമാണ്, മലമ്പുഴ ഡാമിൻ്റെ. ഇവിടുന്ന് അങ്ങോട്ട് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഈ ഒരു റൂട്ട് പ്രത്യേകിച്ച് ബൈക്കിലാണെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു മൂഡ് കിട്ടും, ആ റൈഡിൻ്റെ ഒരു ഫീല് കിട്ടും. കവാന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് ഭംഗിയുണ്ടെന്നുള്ളത് നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇത് കവയിലേക്ക് പോകുന്ന റൂട്ടാണ്. ഫോറസ്റ്റ് ഏരിയ ആണോ എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ദിവസമാണ് പോയത്, അതുകൊണ്ട് അത്രയും തിരക്കൊന്നും റൂട്ടിലുണ്ടായിട്ടില്ല. കണ്ടോ ഈ ഒരു ഭംഗി നിങ്ങൾ നോക്കി. ഇത് ഫോണിൽ കാണുമ്പോൾ എത്ര ഭംഗിയുണ്ട്, നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഭംഗി എന്തായിരിക്കും. നമുക്ക് കവയുടെ ബാക്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. കവയുടെ ബാക്കിൽ നമുക്ക് ഒരു ഏരിയയിൽ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് മുന്നിൽ കണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കവയിൽ ഇറങ്ങാൻ പറ്റി. നിങ്ങൾ ഈ വ്യൂ ഒന്ന് നോക്കി. ഇത് ഡാമിൻ്റെ റിസർവെയറാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വേനൽക്കാലത്താണ് ഇവിടെ വെള്ളം ഇല്ലാതിരിക്കുകയുള്ളൂ. നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആണെങ്കിൽ വരുമെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, കാരണം ഫുൾ വെള്ളമായിരിക്കും. ഇപ്പോൾ വേനലായതുകൊണ്ടാണ് നമുക്ക് ഇതിൽ വണ്ടി കയറ്റാനും നടക്കാനും ഇവിടെ വന്ന് നിൽക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു സമയം ഇതായതുകൊണ്ടാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലൊന്നും നിങ്ങളിങ്ങോട്ട് വരാനായിട്ട് തയ്യാറെടുക്കേണ്ട, കാരണം ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. ഇങ്ങനെയൊന്നും നടക്കാനോ ഇതിൽ വണ്ടി ഓടിക്കാനോ ഒന്നും പറ്റില്ല. വേനൽക്കാലത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കവയുടെ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. ഇവിടെ വന്നൊരു ഫോട്ടോ എടുത്താൽ കിട്ടുന്ന ഒരു ഫ്രെയിമുണ്ട് ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫോണിൽ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കുറവൊക്കെ തോന്നിയേക്കാം. പക്ഷേ നേരിട്ട് വരുവാണെങ്കിൽ മനോഹരം, അതിമനോഹരം എന്ന് പറയാം. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ഏരിയ ആണ് ഇത്. കേരളത്തിൽ തന്നെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇത്രയും ഒരു വ്യൂ, അത്ര ഭംഗിയുള്ളൊരു വ്യൂ ആണിത്. പാലക്കാട് മലമ്പുഴ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും മലമ്പുഴയുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെയൊരു മനോഹരമായൊരു സ്ഥലം ഒളിഞ്ഞ് കിടക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. കാരണം ഇങ്ങോട്ട് എത്താനുള്ളൊരു വഴി പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. കവായെന്ന് നമ്മൾ അടിച്ചു കൊടുത്താലും നമ്മളിവിടെ അല്ല എത്തുന്നത്. ഇങ്ങോട്ട് എത്തണമെങ്കിൽ നമ്മളവിടുത്തെ ലോക്കൽ
ആളുകളിൽ വഴി ചോദിക്കുക, വഴി ചോദിച്ച് തന്നെ എത്തുക. ഗൂഗിൾ മാപ്പിൽ ഒരിക്കലും നമുക്ക് എത്താൻ പറ്റില്ല. ഗൂഗിൾ മാപ്പിട്ട് ഇങ്ങോട്ട് വരാനുള്ള കുറച്ച് പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വരേണ്ട ഒരു ഏരിയ ആണ് പാലക്കാട് കവ ഐലൻഡ് എന്ന് പറയുന്നത്.